ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ആലു ചിക്കൻ പാക്കാണ് കേട്ടോ. വളരെ രുചികരമായിട്ടാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. ഏത് സമയത്തും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ആലു ചിക്കൻ പാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു മസാല കൂട്ടൊരു ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. സാധാരണ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുക്കിംഗ് ഓയിൽ ചേർക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാള ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സവാള ഇതിലേക്കൊന്ന് ചേർക്കാം. സവാള ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് വഴണ്ട് തുടങ്ങുന്ന ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഈ ഒരു രീതിക്ക് ചെറുതായിട്ട് ഞാനിതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചത്, കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. കൂടെ പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ആ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഇതുപോലെ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 200 ഗ്രാം അളവിൽ ചിക്കൻ, അതായത് എല്ലില്ലാത്ത കഷ്ണം എടുത്തിട്ട് ഞാനൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്താണ് കേട്ടോ. ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ആ ഷ്രെഡ് ചെയ്തെടുത്താൽ നമ്മുടെ ആ ചിക്കൻ പീസും കൂടി ചേർക്കാം. എല്ലില്ലാത്ത കഷ്ണം വേണം ചേർക്കാനായിട്ട്. 150 ഗ്രാം അളവിൽ എടുത്തിട്ടുള്ളൂ. അതായത് നമ്മുടെ ഇപ്പോൾ പൊരിക്കാനെടുക്കുന്ന ചിക്കൻ്റെ അളവുണ്ടല്ലോ, ഈ ഒരു വലിപ്പത്തിനുള്ള, അതിൻ്റെ എല്ലില്ലാത്ത കഷ്ണമാണെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതിയാവും. കൂടുതൽ ആവശ്യമില്ല ഈ ഒരു മസാല കൂട്ടിനെ. കൂടെ ഇതിനോടൊപ്പം പിന്നെ വേണ്ടതാണ് ചെറിയൊരു പീസ് അളവിൽ ക്യാപ്സിക്കം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് ഒലീവ്സ്, അതായത് ബ്ലാക്ക് ഒലീവ്സ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഉപ്പിട്ട് തന്നെയാണ് ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളത്. എന്നാലും ബാക്കിയുള്ള ആ ഒരു ചേരുവകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. 150 ഗ്രാം അളവിൽ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു അളവിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നും കേട്ടോ. പക്ഷേ ആ ഒരു അളവിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചിക്കൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മസാലയും കൂടി കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ മസാലകളെല്ലാം ഈ ഒരു രീതിക്ക് നല്ലതുപോലെ തന്നെ ഇതിനോടൊപ്പം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മയോനൈസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ എഗ് മയോനൈസ് അല്ലെങ്കിൽ എഗ്ലെസ് മയോനൈസ് നമുക്ക് ചേർക്കാവുന്നതാണ്. ഈ 2 മയോനൈസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ പിൻഡ് കമൻറ്റായിട്ട് കൊടുത്തിരിക്കാം. കൂടെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടിയാണ്. അതും കൂടി ചേർക്കാം. അപ്പോൾ ഈ ടൊമാറ്റോ സോസ് വളരെ എളുപ്പമാണ് വീട്ടിൽ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ മുമ്പ് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെയും കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കിയേക്കണം. അതും പിൻഡ് കമൻറ്റായിട്ട് ഞാനൊന്ന് കൊടുത്തിരിക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും സമയം വരെ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും നമ്മുടെ ആ ഫില്ലിങ് ഉണ്ടാവുക. നമ്മുടെ ഈ മയോനൈസും അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മോയ്സ്ചറായിട്ടൊന്ന് മാറും കേട്ടോ. ഇതുപോലെ നന്നായിട്ട് എല്ലാം ഞാനിതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫില്ലിങ് വെക്കാനുള്ള ആ ഒരു കോട്ടിങ്ങും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം.
ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ ഇതുപോലെ അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങിൽ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 350 ഗ്രാം അളവിലാണ് കേട്ടോ ഉരുളക്കിഴങ്ങുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്ത ശേഷം ഒരു ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതിയാവും. ഈ വേവിച്ചെടുത്ത ഈ ഉരുളക്കിഴങ്ങിലേക്ക് പിന്നെ ഇനി നമുക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയിലയും കൂടിയാണ്. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് ഒരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലോറും കൂടി. ഇത് സ്കിപ്പ് ചെയ്യാതെ ഒന്നും ചേർത്തേക്കണം. കോൺഫ്ലോറിന് പകരം നമുക്ക് അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മൈദാമാവാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഇനി വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നമ്മുടെ ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മോയ്സ്ചർ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു രീതിക്ക് നല്ലതുപോലെ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കയ്യിലേക്ക് ഒരു അല്പം എണ്ണ ഒന്ന് പൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള മിക്സ് ഒന്ന് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കണം. ഇനി നമുക്ക് എത്രത്തോളം ഫില്ലിങ് വേണോ ആ ഒരു രീതിക്ക് നമ്മുടെ ഇതിലേക്കൊന്ന് ഫില്ലിങ് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം മാത്രം വീണ്ടും ഒന്ന് മിക്സ് കയ്യിലേക്ക് എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് അത് ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ തയ്യാറാക്കി എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കയ്യിലേക്ക് വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ആ ചേരുവകളുടെ അളവിനനുസരിച്ചിട്ട് ഈ ഒരു അളവിലാണ് കേട്ടോ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഇതുപോലെ എല്ലാം ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് 2-3 വഴികളുണ്ട്. അതായത് ഒന്നുകിൽ നമ്മൾ സാധാരണ എല്ലാം ഫ്രൈ ചെയ്യുന്ന പോലെ 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ഇത് ഓരോന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒരുപാട് എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് മുട്ടയുടെ മിക്സ് നമുക്ക് ആവശ്യമായിട്ടില്ല. ഇതുപോലെ ഇതിന് ഓരോ റോളായിട്ട് എടുത്തിട്ട് ചെറുതായിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തിട്ടാൽ മതിയാവും. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നത്. അതായത് ബ്രെഡ് ക്രംസിലേക്ക് ഇതിൻ്റെ അടിഭാഗവും സൈഡും മാത്രം ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. മുകൾ ഭാഗം റോൾ ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇതല്ലാതെ നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആവിയിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ എണ്ണയെ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ആ ഒരു രീതിക്ക് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഒരുപാട് സമയത്ത് നമ്മളിത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിലേക്ക് വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ബാക്കിയുള്ള എല്ലാം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് തന്നെയാണ്. അതിൻ്റെ പേരിൽ ഒത്തിരി സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട, ലൈറ്റായിട്ട് കളർ മാറുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഒരു സൈഡ് ഇതിൻ്റെ കളറ് മാറുന്ന സമയം തന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഡാർക്ക് ബ്രൗൺ കളർ ആകണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. നല്ല ലൈറ്റായിട്ടുള്ള ഒരു യെല്ലോയിഷ് കളർ വരുമ്പോൾ തന്നെ തിരിച്ചിടാവുന്നതാണ്. നല്ല ക്രിസ്പിനെസ് പുറഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് സമയം കൂടി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. മറു സൈഡും ലൈറ്റായിട്ടൊന്ന് കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് സമയത്ത് ഇനി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. പുറം ഭാഗം ലൈറ്റായിട്ടൊരു ഹാർഡ്നെസ് ഉണ്ട്. കുറച്ചും കൂടി കൂടുതൽ ഹാർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പ സമയം കൂടി ഇട്ടിരിക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് എന്തുമാത്രം ടേസ്റ്റി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളതെന്ന്. ഈ മാസത്തെ നോമ്പ് തുറ വിഭവത്തിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ട് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ friends. Tata.